ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ധ്യാനിക്കുന്നത് യെശയ്യാ 59:21. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച എൻ്റെ വചനവും നിന്നിൽ നിന്നോ നിന്റെ സന്തതികളിൽ നിന്നോ അവരുടെ സന്താനങ്ങളിൽ നിന്നോ ഒരിക്കലും അകന്നു പോവുകയില്ല. ഓരോ വചനത്തിനും അനന്ത ശക്തിയുണ്ട്. വചനം ദൈവമാണ്. വചനം രക്തം കൊണ്ടുള്ള മേലങ്കി ധരിച്ചിരിക്കുന്നു. വചനം വെളിച്ചമാണ്. വചനത്താൽ ആകാശഭൂമി സൃഷ്ടിക്കപ്പെട്ടു. വചനത്താൽ അനന്തമായ കൃപകളും സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും നമ്മിൽ വർഷിക്കപ്പെടുന്നു. നമ്മൾ ദൈവീക പുത്രന്മാരായി മാറുന്നു. അത് നിങ്ങൾ വിശ്വസിച്ചിട്ട് വേണം വചനം കേൾക്കാൻ. അതുകൊണ്ട് ഒരു വചനത്തിലൂടെ സംഭവിക്കുന്ന ഒരു സാക്ഷ്യം കാണാം. എന്നിട്ട് നമുക്ക് വചനത്തിനായിട്ട് വീണ്ടും പ്രവേശിക്കാം. കാരണം സാക്ഷ്യങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഇതെന്ത് വചനമാണ് അങ്ങനെ ചിന്തിക്കും. സാക്ഷ്യം കണ്ടാൽ വിചാരിക്കും, ഈ വചനത്താൽ ഇത്ര അത്ഭുതമൊക്കെ ഉണ്ടാവുമോ. തീക്ഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ നടത്തുന്ന സൂം പ്രാർത്ഥനയുണ്ട്. അതിലൂടെ നടക്കുന്ന ഈ വചനത്തിൻ്റെ അനന്ത ശക്തിയാൽ നടക്കുന്ന സാക്ഷ്യങ്ങളുടെ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് വീണ്ടും വചനം കേൾക്കാം. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശു ആരാധന. ഞാൻ മിനി മാത്യു, താമരശ്ശേരി രൂപത സെൻറ് മേരീസ് ചർച്ച് കണ്ണോത്ത് ഇടവകാംഗമാണ്. എനിക്ക് കാർബീറ്റ്സ് കൂടുന്ന അസുഖമായിരുന്നു. ആദ്യമൊക്കെ ഈ ഗ്യാസ് കയറുന്ന പ്രോബ്ലം ആണെന്നാണ് കരുതിയിരുന്നത്. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരികയും ശ്വാസം മുട്ടുകയും കൊഴിഞ്ഞു പോകുന്നൊക്കെ ഒരു അവസ്ഥ വന്നപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു കാർഡിയാക്കിനെ കാണിക്കാൻ. ഞങ്ങൾ കാർഡിയാക്കിനെ കാണിച്ചപ്പോൾ 2 ആഴ്ചത്തേക്കുള്ള മെഡിസിൻ തന്നിട്ട് കുറവില്ലെങ്കിൽ പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറി എന്ന് പറഞ്ഞപ്പോൾ എനിക്കാകെ വിഷമമായി, ടെൻഷനായി. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ഈ കൂട്ടായ്മയുടെ ലിങ്ക് എനിക്ക് ഇട്ട് തന്നത്. ഞാൻ ഈ ലിങ്കിൽ കയറി ഈശോയുടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബിന്ദു സിസ്റ്റർ പറഞ്ഞു, ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിയെ ഈശോ തൊടുന്നു എന്ന്. അതോടൊപ്പം സങ്കീർത്തനം 144-145 വായിച്ച് നന്ദി പറഞ്ഞെന്ന് സ്തുതിക്കാൻ ഞാൻ എന്നും ആ വചനഭാഗങ്ങൾ വായിച്ച് നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം യെശയ്യാ 53:5 അവൻ്റെ മേലുള്ള ശിക്ഷ രക്ഷ നൽകി ശതങ്ങളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചെന്നുള്ള വചനഭാഗം ഞാൻ പണി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. 2 ആഴ്ചകൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുറവുണ്ടല്ലോ, ഇനി സർജറി വേണ്ട, 6 മാസം കൂടെ മെഡിസിൻ എടുത്താൽ മതിയെന്ന്. ഇപ്പോഴെനിക്ക് അസുഖത്തിൻ്റെ യാതൊരു അസ്വസ്ഥതകളുമില്ല. ഈശോ അതിനകത്തു നിന്നെല്ലാം എന്നെ സൗഖ്യം തന്നു. എനിക്ക് ശക്തമായി മൈഗ്രെയിനുള്ളൊരു വ്യക്തിയായിരുന്നു. അതും ഈശോ എനിക്ക് സൗഖ്യം തന്നു. സ്ഥിരമായി ഞാൻ അതിനകത്ത് നിന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. എൻ്റെ കൈകൾക്ക് മരവിപ്പും വിരലുകൾ മടക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. ഈ കൂട്ടായ്മയിൽ കയറി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും ഈശോ എനിക്ക് സൗഖ്യം തന്നു. ഈ കൂട്ടായ്മയിൽ കയറിയതിന് ശേഷമാണ് എനിക്ക് എൻ്റെ കുറവുകളൊക്കെ മനസ്സിലായത്. ഞാൻ ചെറിയ കാര്യങ്ങളിൽ പോലും ടെൻഷൻ അടിക്കുന്ന വ്യക്തിയായിരുന്നു. ഈശോയുടെ സ്നേഹം എന്നിൽ നിറഞ്ഞപ്പോൾ ആ ടെൻഷനെല്ലാം എന്നെ വിട്ടുപോയി. എന്നെ ഈശോ ബലപ്പെടുത്തി. ചെറിയ ചെറിയ പാപങ്ങളൊന്നും ചെയ്താലും കുഴപ്പമില്ല എന്നൊരു മൈൻഡായിരുന്നു. എന്നാൽ ബിന്ദു സിസ്റ്ററിലൂടെ ഈശോ വളരെ ശക്തമായിട്ട് ചെറിയ ചെറിയ പാപങ്ങളാണ് നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോൾ അതെന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്നത് കൊണ്ട്, ഈശോയുടെ ഹിതം നോക്കുന്നത് കൊണ്ട് ഞാൻ മറ്റുള്ള കാര്യങ്ങളൊന്നും തലയിടാറില്ല. വ്യക്തമായ ഭാഷണത്തിലോ ആവശ്യമില്ലാത്ത ഫോൺ വിളികളിലോ ഒന്നും ഞാൻ പങ്കെടുക്കുന്നില്ലെന്നായത് ഈ കൂട്ടായ്മയിൽ ചേർന്നതിന് ശേഷമാണ്. ഞാൻ എന്നെ തന്നെ മാറ്റിയപ്പോൾ, എൻ്റെ ജീവിതത്തെ മാറ്റിയപ്പോൾ എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ ജീവിത പങ്കാളിയിലേക്കും എൻ്റെ മക്കളിലേക്കും ഒക്കെ ഈശോ ഓരോ നിമിഷവും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കൂട്ടായ്മയിലൂടെ തമ്പുരാൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, യേശുവെ ആരാധന. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 21-ാം വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനവും നിന്നിൽ നിന്നോ നിന്റെ സന്തതികളിൽ നിന്നോ അവരുടെ സന്താനങ്ങളിൽ നിന്നോ ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. പലർക്കും അറിഞ്ഞുകൂടാ എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിന് കാരണം, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ തടസ്സത്തിന് കാരണം, എങ്ങനെയാണ് എൻ്റെ ജീവിതം നവീകരിക്കപ്പെടുക. 2 വചനങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, അതെങ്ങനെയാണ് മാറുക. യെശയ്യാ 59:21 പറയുകയാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനം നിന്നിൽ നിന്നോ നിന്റെ സന്തതികളിൽ നിന്നോ അവരുടെ സന്താനങ്ങളിൽ നിന്നോ ഇനി ഒരിക്കലും
ഒരിക്കലും അകന്നു പോകുകയില്ല. നമ്മളുടെ മേലൊരു പരിശുദ്ധാത്മാവോ ഒരു അഭിഷേകമോ ഒരു ദൈവശക്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ തലമുറയിലേക്ക് 10 മടങ്ങായിട്ട് പ്രവേശിക്കുക തന്നെ ചെയ്യുന്നു. അതായത് തലമുറയിലേക്ക് അതിങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കും, തലമുറയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കും. അതവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടുകയില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ നമുക്കിങ്ങനെ കാണാം. ജ്ഞാനം വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കും. നിന്നിലുള്ള പരിശുദ്ധ വചനവും പരിശുദ്ധ ആത്മാവും എവിടെ പ്രവേശിക്കും? അടുത്ത തലമുറയിൽ എവിടെയാണോ വിശുദ്ധമായ ചേതന അതിൽ പ്രവേശിക്കും. വിശുദ്ധമായ മക്കൾ, ജ്ഞാനം ഉള്ള മക്കൾ, ആ മക്കളിൽ അടുത്ത തലമുറയിലേക്ക് ഇത് പ്രവേശിക്കും. അത് അനേകം മടങ്ങായിട്ട് പ്രവേശിക്കും. ഇനി അതുപോലെ തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകം 4:24 കായേൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമെക്കിൻ്റേത് 77 ഇരട്ടിയാണ്. നമ്മളുടെ മേൽ എന്തെല്ലാം തിന്മകളുണ്ടോ അതും നമ്മുടെ മക്കളിലും അവരുടെ മക്കളിലേക്കും പ്രവഹിക്കുന്നത് കാണാം. ഇത് 2 കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പലർക്കും തിന്മ സംഭവിച്ചു, അത് അവർ മരിച്ചിട്ട് ബന്ധനേറ്റു, പിന്നെ ആ ചേച്ചിയിൽ നിന്ന് ബന്ധനേറ്റു, ആ ചേട്ടനിൽ നിന്ന് ബന്ധനേറ്റു, ആ സ്ഥലത്ത് നിന്ന് ബന്ധനേറ്റു. അല്ല, നമ്മളുടെ മേലെ എന്തെല്ലാം തിന്മകളുണ്ടോ അതെല്ലാം നമ്മുടെ മക്കളിലേക്കും തലമുറകളിലേക്കും പ്രവേശിക്കും. സംശയം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മളിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കുക. അത് തന്നെ അടുത്ത തലമുറയിലേക്ക് പ്രവേശിക്കുന്നത് കാണാം. അത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിന് വലിയ തടസ്സമായിട്ട്, ദൈവാനുഗ്രഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് എന്തെല്ലാം ദൈവകൽപ്പന ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം വലിയ ബ്ലോക്കുകളായിട്ട് ഇങ്ങനെ നിൽക്കും. ഞാനിത് എന്താണ് വീണ്ടും വീണ്ടും പറയുന്നതെന്ന് അറിയാമോ? ഒരാൾക്കും അറിയില്ല എന്താണ് അവരുടെ ജീവിതത്തിൻ്റെ തടസ്സം. നിങ്ങൾ അറിയണം. ഇന്ന് നമ്മൾ കുറച്ച് നേരം പറയുക എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തടസ്സം എന്നുള്ളതാണ്. അതിനുശേഷം അതെങ്ങനെ മാറും. ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ മാറാനുള്ള ഏറ്റവും വലിയ പോംവഴി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, ഭക്ഷണവും പാനീയവും ആസ്വദിക്കപ്പെടും എന്നുള്ളതാണ്. നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, നിൻ്റെ ഭക്ഷണവും പാനീയവും ആസ്വദിക്കപ്പെടും. നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടു, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവും വചനവും ഉണ്ടെങ്കിൽ തലമുറകളിലേക്ക് പ്രവഹിക്കും. നമ്മുടെ ജീവിതത്തിൽ തിന്മകളാണ് ഉള്ളതെങ്കിൽ അതും തലമുറകളിലേക്ക് പ്രവഹിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സകല തിന്മകൾ എടുത്തു മാറ്റുക. അതാണ് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. തിന്മ വെച്ചുകൊണ്ട് ഒരു വശത്തോടെ തിന്മയും ഒരു വശത്തോടെ ആരാധനയും, അങ്ങനെ ഒരു ആരാധനയും പ്രാർത്ഥനയില്ല. അനുഗ്രഹിക്കപ്പെടുമെന്ന് ആരും കരുതരുത്. ഇല്ല. ദൈവം പരിശുദ്ധൻ, പരിശുദ്ധ ആത്മാവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളും പരിശുദ്ധമായിരിക്കണം. ഹെബ്രായർ 12:14 വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. പലർക്കും അറിഞ്ഞുകൂടാ എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ബ്ലോക്ക്, എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുക, എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥനയും കുർബാനയ്ക്ക് ഇത്രയും ധ്യാനത്തിനൊക്കെ പോയിട്ട് അനുഗ്രഹിക്കപ്പെടുക എങ്ങനെയാണ്? അതറിയണം. തിന്മകളാണ് നമ്മുടെ ബ്ലോക്കുകൾ, വേറെ ഒന്നുമല്ല, വേറെ ആരുമല്ല. നിങ്ങൾ വചനത്തെ വായിച്ചു നോക്ക്, പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ വായിച്ചു നോക്ക്. എന്താണ് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ബ്ലോക്കുകൾ? ആദം ഹവ്വയിൽ നിന്ന് തൊട്ട് ആരംഭിക്കുക. എന്താണ് അവരുടെ ജീവിതത്തിലുണ്ടായ ബ്ലോക്ക്? അവരുടെ ജീവിതത്തിൽ അവർ പിശാചിൻ്റെ വാക്ക് കേട്ടു, ദൈവം പറഞ്ഞ അനുസരിച്ചില്ല, ഉടനെ പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ഇങ്ങനെ ആരംഭം മുതൽ അവസാനം വരെ നമ്മൾ ഇത് തന്നെ കാണാം. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. അപ്പോൾ സംശയമൊന്നും വേണ്ട, അത് പഴയ നിയമത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതൊന്നും പറയണ്ട. ദൈവ കൽപ്പനകൾ പാലിക്കണം, പരിശുദ്ധരായിരിക്കണം എല്ലാവരും. പുറത്തെന്ന് പറഞ്ഞാൽ വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല എന്നാണ് അർത്ഥം. ഗലാത്യരുടെ പുസ്തകം 6:15 ഇങ്ങനെ ഒരു വചനമുണ്ട്, പരിച്ഛേദന ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്നതിലെല്ലാം പ്രധാനം പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. മനസ്സിലായി? പരമപ്രധാനം എവിടെയാണ് കിടക്കുന്നത്? പുതിയ സൃഷ്ടിയാവുക. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഒരു ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ അറിയണം എന്താണ്. ഒരു ഡോക്ടറെ അടുത്ത് വരുമ്പോൾ എന്ത് അറിയണം? ആദ്യം നമ്മുടെ രോഗം എന്താണ്, ആ രോഗം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആദ്യം നമ്മൾ അറിയണം നമ്മളിലുള്ള പാപം എന്തൊക്കെയാണ്, ആ പാപം എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം പാപങ്ങൾ നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്, അത് ദൈവത്തിൻ്റെ മുന്നിൽ വെക്കുക. അതാണ് നമ്മുടെ തടസ്സത്തിന് കാരണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പലരും എങ്ങനെ ചിന്തിക്കുക, അത് എന്നിൽ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ. ആദം ഹവ്വ പറയും എന്നിൽ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയും. ഒരു പ്രാവശ്യം ഉണ്ടായുള്ളൂ, ജീവിതം അങ്ങ് തകർന്ന് തരിപ്പണമായി. ഒരു പ്രാവശ്യം ഉണ്ടായുള്ളൂ.
അപ്പോൾ ഒരു പ്രാവശ്യമല്ല അവിടെ മാറ്റർ, കൽപ്പന ലംഘിക്കപ്പെട്ടോ എന്നതാണ് മാറ്റർ. അപ്പോൾ ഈ ലംഘിക്കപ്പെട്ട കൽപ്പനകളെ എന്ത് ചെയ്യണമെന്നറിയാമോ? അത് ദൈവത്തിൻ്റെ മുന്നിൽ വെക്കണം. കാരണം അത് നമ്മളിലും നമ്മുടെ തലമുറയിലും ആ ഒരു തിന്മയുടെ വിഷം ഉണ്ടായിരിക്കും. ആ വിഷം വിട്ടു പോകുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെല്ലാം ദൈവകൽപ്പന ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഞാനില്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്, കർത്താവിനെ നമ്മൾ വ്രതം ഉപയോഗിക്കരുത്, കർത്താവിൻ്റെ ദിവസം പരസ്യം ആചരിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യൻ്റെ ഭാര്യ മോഹിക്കരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല. മാതാപിതാക്കളെ തോന്നിയത് മുഴുവൻ വിളിച്ചു പറയും. അത് തന്നെ അവൻ്റെ ജീവിതത്തിന് വലിയൊരു തടസ്സമാകും. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞൊരു വൈദികനും മെത്രാനൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ ബഹുമാനിക്കുന്നു അതുപോലെ ബഹുമാനിക്കണം എന്നാണ് കർത്താവിൻ്റെ വചനം. നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റുക. തോന്നിയത് മുഴുവൻ മാതാപിതാക്കളോട് വിളിച്ചു പറയാൻ പാടില്ല. കാരണം അത് 4ാമത്തെ പ്രമാണമാണ്. ദൈവ കൽപ്പനകൾ ലംഘിക്കരുത്. പുതിയ സൃഷ്ടിയാവുക, വീണ്ടും വീണ്ടും പുതിയ സൃഷ്ടിയാവുക. നമ്മൾ പൂർണ്ണമായും കൽപ്പനകൾ പാലിക്കുക. ഇനി എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അതാണ് കായേൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കിൻ്റെത് 77 ഇരട്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അതങ്ങനെ തന്നെ അതിൻ്റെ 77 ഇരട്ടി നമ്മുടെ മക്കളിൽ കാണാം. അപ്പം നമ്മൾ പലരും പറയും എന്നിൽ അങ്ങനെയൊന്നും തിന്മയുണ്ടായിട്ടില്ല. അതാണ് പലരും അങ്ങനെ വിശദീകരിക്കാനൊന്നും തയ്യാറാവാത്തത്. എന്നാൽ അങ്ങനെയല്ല, നമ്മളിൽ ഉണ്ടായിട്ടുള്ളതിൻ്റെ 77% മക്കളിൽ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചെങ്കിലൊക്കെ ദൈവകൽപ്പനയുടെ അരുവത്തോടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതെന്നും നമ്മൾ കർത്താവിൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കണം. ഇനി അതിന് വേണ്ടിയിട്ടുള്ള റെമഡി എന്താണ്? സകലമാനം തിന്മകളും നമ്മളിന്ന് വിട്ടുപോകാനുള്ള റെമഡിയും കൂടി നിങ്ങൾ അറിയണം. അതിനുള്ള മാർഗം, വിടുതൽ ലഭിക്കാനുള്ള മാർഗം അതാണിത്. പുറപ്പാട് 23:25 നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, ഭക്ഷണവും പാനീയവും ആസ്വദിക്കൂടെ, രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും, വന്ധ്യതയോ അകാല പ്രസവം അവിടെ ഉണ്ടായിരിക്കുകയില്ല. സകലമാന അനുഗ്രഹങ്ങൾ നിനക്ക് ലഭിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, ഭക്ഷണവും പാനീയവും ആസ്വദിക്കപ്പെടും. അത്രയേ ഉള്ളൂ. ദൈവമായ കർത്താവിനെ ആരാധിക്കുക, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക, ഭക്ഷണവും പാനീയവും ആസ്വദിക്കപ്പെടും. എങ്ങനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, ആരാധന എന്ന് പറയുന്നത്, ഒരു അഡോറേഷൻ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ എക്സ്ട്രീം ലെവലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. സ്നേഹിക്കുക, നിന്റെ ദൈവത്തെ സ്നേഹിക്കാൻ ആരംഭിക്കുക, അതാണ് ആരാധന. കർത്താവ് തന്നെ പറയണം, നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, ഭക്ഷണവും പാനീയവും ആസ്വദിക്കൂടെ, രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ഇതൊക്കെയല്ലേ നമ്മുടെ പ്രശ്നങ്ങൾ. കുറേ രോഗങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്, പിന്നെ ഭക്ഷണവും പാനീയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. കർത്താവ് പറയാണ്, നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, ഭക്ഷണവും പാനീയവും ആസ്വദിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സകല തടസ്സങ്ങളും കർത്താവിൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് ആരാധിക്കുക. ഏറ്റവും വലിയ ആരാധന എന്താണ്? പരിശുദ്ധ കുർബാന, അതുപോലെ യൂക്കറിസ്റ്റ് അഡോറേഷൻ, അതുപോലെ എല്ലാ പ്രാർത്ഥനകളും ഈശോയ്ക്കുള്ള ആരാധനയാണ്. എല്ലാ തിന്മ ചെയ്യലും പിശാചിനുള്ള ആരാധനയാണ്. എല്ലാ നന്മയും പ്രാർത്ഥനകളും ദൈവത്തിനുള്ള ആരാധനയാണ്. ദൈവത്തിനുള്ള ആരാധനയാണ്. ആരാധിച്ചാൽ വിടുതൽ ലഭിക്കുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. എങ്ങനെയത് വിടുതൽ ലഭിക്കുന്നതെന്ന് അറിയാമോ? 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. പിശാച് പറയാണ്, എനിക്ക് നിൻ്റെ ജീവിതത്തിൽ അധികാരമുണ്ട്, കാരണം നീ ഇന്ന തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയാണ്, ഇതാ 1 യോഹന്നാൻ 2:2 പറയുന്നു, അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപപരിഹാര ബലിയാണെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു. ഇനി 1 കൊറിന്തോസ് 15:4 പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മളിലും നമ്മുടെ മക്കളിലും തിന്മകൾ, നമ്മളിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അത് മുഴുവനും മക്കളിലേക്കും സ്പ്രെഡ് ചെയ്യുന്നത് കാണാം. നമ്മുടെ മുൻ തലമുറയിലും ഇതുണ്ടായിരിക്കും. ഇത് ഓരോ തറവാടിലും ഓരോ കുടുംബത്തിലും, കുടുംബ ബന്ധങ്ങളിൽ ഇതിങ്ങനെ നിൽക്കും, കുടുംബ ബന്ധങ്ങളിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിതറിയാം. എന്തറിയാം? ആരാധിച്ചാൽ സകലതും വിടുതൽ ലഭിക്കും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ മേലുള്ള പിശാചിൻ്റെ അധികാരം നമ്മൾ അംഗീകരിക്കുക. നമ്മൾ ഇന്ന കുറവുകൾ നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്,
അതെല്ലാം വിട്ടുപോകാനുള്ള മാർഗം കർത്താവ് പറയാണ്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക. നിൻ്റെ മക്കളിൽ നിന്ന് വിട്ടുപോകും, നിൻ്റെ കുടുംബത്തിൽ നിന്ന്, പാരമ്പര്യങ്ങളിൽ നിന്നെല്ലാം അത് വിട്ടുപോകണം. അതിനു വേണ്ടി നിങ്ങൾ കുർബാന അർപ്പിക്കണം, അതിനു വേണ്ടി നിങ്ങൾ ആരാധന അർപ്പിക്കണം, അതിനു വേണ്ടി സ്തുതിക്കണം. മനസ്സിലായോ? രോഗം മനസ്സിലാക്കണം. എന്താണ് രോഗം? കായേൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കിൻ്റെത് 77 ഇരട്ടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവ് നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനം നിന്നിൽ നിന്നും നിൻ്റെ സന്തതികൾ അവരുടെ സന്താനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ മേലുള്ള തിന്മകളും നമ്മുടെ മക്കളിൽ നിന്ന് അവരുടെ മക്കളിലേക്ക് പ്രവഹിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് മുഴുവനും ആരാധിക്കുക. അതെല്ലാം ഓരോ ദിവസവും നിങ്ങൾ 30 ദിവസം കുർബാനയ്ക്ക് വരുന്ന വ്യക്തിയാണെങ്കിൽ ആ 30 ദിവസം ഇതാ ഇന്ന പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അതിന് പരിഹാരമായിട്ട് ഞാൻ ആരാധിക്കുന്നു, എൻ്റെ ഈശോയെ എന്ന് ആരാധിക്കുന്നു, എൻ്റെ ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു. ആ ഒരു തിന്മയുടെ അധികാരം നീ ഇങ്ങനെ മനസ്സ് വെച്ച് നീ ആ തിന്മയുടെ അധികാരത്തിന് മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് മാറിപ്പോവും. അത് നമ്മുടെ മക്കളിൽ നിന്ന് മാറിപ്പോവും. അതുമൂലമുള്ള തടസ്സങ്ങൾ മാറിപ്പോവും, അതുമൂലമുള്ള ബ്ലോക്കുകൾ മാറിപ്പോവും, പ്രശ്നങ്ങൾ മാറിപ്പോവും. പ്രത്യേകിച്ച് നമ്മളുടെ കുടുംബ ബന്ധങ്ങളിൽ എന്തെല്ലാം തിന്മയുണ്ടോ അതൊക്കെ നമ്മൾക്ക് അതിനുള്ള ചാൻസ് നമ്മളിലേക്ക് വരും. അത് എത്ര ശതമാനം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ആ ഒരു 30 ദിവസത്തെ കുർബാനയോ അല്ലെങ്കിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നവരല്ലേ മിക്കവാറും പേരും, ആ കുർബാനയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ ഈശോയെ ഞാൻ ആരാധിക്കുന്നു. കാരണം കർത്താവിൻ്റെ വചനം പറയുകയാണ്, അവൻ നമ്മുടെ പാപ പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാര ബലി. അപ്പം നമുക്ക് വേണ്ടി ഒരു 50 ലക്ഷം പേർക്കും വേണ്ടി ഞാനിതാ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നീ ഒരു കുർബാന അർപ്പിക്കും, 30 ദിവസം കുർബാന അർപ്പിക്കുക. സൂപ്പറായിട്ട് നിൻ്റെ ജീവിതത്തിൽ ആ വിടുതൽ കിട്ടും. ഇനി ആരാധന, ഒരു കുർബാനയ്ക്ക് മുമ്പ് ഒരു 30 മിനിറ്റ് പോയി ആരാധിക്കുക. നോക്കി വെറുതെ ആരാധിക്കല്ല. പലരും എന്താ ചെയ്യണമെന്ന് അറിയാമോ? പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഇന്ന പ്രശ്നങ്ങളുണ്ട്, കർത്താവേ അനുഗ്രഹിക്കണം. അങ്ങനെ പോകരുത്. കർത്താവ് ഓൾറെഡി നമുക്ക് അനുഗ്രഹം തന്നതാണ്. അതായത് ആ തലയ്ക്ക് മുകളിൽ എല്ലാ അനുഗ്രഹങ്ങളും ഇത് പിശാച് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ തടഞ്ഞു വെച്ചിരിക്കുന്നത്? കാരണം എന്താണ്? പിശാച് പറയും അങ്ങനെ അങ്ങോട്ട് അനുഗ്രഹിക്കാൻ പറ്റില്ല, അവൾ എന്നെ തിന്മകൾ ചെയ്തിട്ടുണ്ട്, അവൾ എന്നെയാണ് ആരാധിച്ചിട്ടുള്ളത്, കുർബാനയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കും, എന്നെയാണ് ആരാധിച്ചുകൊണ്ട്, അതുകൊണ്ട് എന്നെയാണ് ഒറിജിനലി മനസ്സിൽ നിന്ന് ആരാധിച്ചത്. ഓരോ തെറ്റും പിശാചിനുള്ള ആരാധനയാണ്. പിശാച് പറയും ആ കുടുംബം എന്നെയാണ് ആരാധിച്ചത്, അതുകൊണ്ട് ആ കുടുംബത്തിന്മേൽ എനിക്ക് അധികാരമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവർ ചെയ്തോന്നും നോക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കുറവുകൾ, എന്തെല്ലാം കുറവുകളുണ്ടായിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ മക്കളിലും കുടുംബത്തിലും കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി ഒരു 30 ദിവസത്തെ കുർബാന സമർപ്പിക്കുക. നിങ്ങൾ നടത്തുന്ന സൂം പ്രാർത്ഥനയുണ്ട്, ആ സൂം പ്രാർത്ഥനയിലാണ് ഈ സാക്ഷ്യങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ വെറുതെ പ്രാർത്ഥനയിൽ കൂടുകയല്ല ചെയ്യേണ്ടത്. പിന്നെയോ ഇന്ന പ്രശ്നങ്ങളും തിന്മകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ഈശോയെ ഞാൻ ഇതിനെല്ലാം മാപ്പി ചോദിക്കുന്നു, ഇനി എൻ്റെ ജീവിതത്തിൽ അതുണ്ടാവുകയില്ല. അതിനു വേണ്ടി, ആ ഒരു വിടുതലിന് വേണ്ടി ഞാൻ ഇന്ന് ആരാധിക്കുന്നു. എൻ്റെ 30 ദിവസത്തെ കുർബാന ഞാൻ അതിനു വേണ്ടി സമർപ്പിക്കുന്നു. കാരണം പാപ പരിഹാര ബലിയാണ് കർത്താവെന്ന് യോഹന്നാൻ 2:2 പറയുന്നു. 1 കൊരിന്തോസ് 15:4 അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഗലാത്യ 3:13 യേശു ക്രിസ്തു അമ്മയെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ശാപങ്ങളുണ്ട് എൻ്റെ കുടുംബത്തിൽ, ബന്ധനങ്ങളുണ്ട് എൻ്റെ കുടുംബത്തിൽ, പാപമുണ്ട് എൻ്റെ കുടുംബത്തിൽ, അതെല്ലാം എൻ്റെ മക്കളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കല്ല വേണ്ടത്. കുർബാനകളിൽ സമർപ്പിക്കുക, ആരാധനകളിൽ സമർപ്പിക്കുക, ധ്യാനത്തിന് പോകുക, അതെല്ലാം ആരാധനയാണ്. അതാണ് നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ഭക്ഷണവും പാനീയവും ആശീർവദിക്കപ്പെടും, സകല പ്രശ്നങ്ങളും മാറും. ഇന്ന് ജനം മുഴുവൻ ഇന്ന പ്രശ്നമുണ്ട് മാറ്റണം അങ്ങനെയല്ല. ആദ്യം രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളത് കൂട്ടിച്ചേർത്ത് കിട്ടും. ആരാധിക്കുക, ഭക്ഷണവും പാനീയവും ആസ്വദിക്കപ്പെടും. ഇനി ഒരു പടിയും കൂടിയും കടന്നാൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ, ഏറ്റവും സ്നേഹമുള്ള ഒരു വ്യക്തിയെ സ്നേഹിക്കുക എന്നതാണ് അർത്ഥം. ആ സ്നേഹത്തിൻ്റെ എക്സ്ട്രീം ലെവലാണ് ആരാധന. നിൻ്റെ പരിശുദ്ധാത്മാവ് എവിടെയാണെന്ന കർത്താവ് പറഞ്ഞേ, എന്നേക്കും നിങ്ങളോട് കൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ ഞാൻ നൽകി. എല്ലാ മതത്തിലുള്ളവർക്കും വേണ്ടി കർത്താവ് ഒരു വാഗ്ദാനം തന്നിരിക്കുന്നു. എന്താണ്? എല്ലാവരുടെ മേലെ എൻ്റെ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. നമ്മുടെ മേലെല്ലാം പരിശുദ്ധാത്മാവുണ്ട്. എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഈശോയുടെ ആത്മാവുണ്ട്. ഒരു മതത്തിൻ്റെയും പ്രത്യേകത ദൈവമല്ല ഈശോ.
അതാണ് ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, ജെറമ്യ 32:26. അപ്പോൾ നമ്മൾ അറിയണം, ആ പരിശുദ്ധാത്മാവ് എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കർത്താവ് നൽകിയിരിക്കുന്നു. അതിനാൽ അതാരാണ് ഈ പരിശുദ്ധാത്മാവ്? ഇതാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ്, ഒരു ദൈവം തന്നെയായ പരിശുദ്ധാത്മാവിനെ നിനക്ക് നൽകിയിരിക്കുന്നു. നീ എന്ത് ചെയ്യണമെന്നറിയാമോ? അതിനെ ഒന്ന് പൊന്നുപോലെ സ്നേഹിക്കാൻ ശ്രമിക്കുക. അതാണ് ദാവീദ് പറയുന്നത്, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു, നീർച്ചാൽ തേടുന്ന മാൻപേടെ പോലെ എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. 1 പത്രോസ് 2:2 നമുക്കിങ്ങനെ കാണാം, രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് ആത്മീയമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. അപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരു ദാഹവും ഒരു സ്നേഹവും ഒരു ലവ് ഫെയറും ഒരു അഡോറേഷൻ, അതാണ് അഡോറേഷൻ. അതിലേക്ക് വരിക. സ്ലോലി വന്നാൽ മതി, തിരക്കൂട്ടണ്ട. എനിക്ക് പറ്റുന്നില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട, പറ്റും. സങ്കീർത്തനം 63 കാണാം, എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. സങ്കീർത്തനം 18:1 നമുക്കിങ്ങനെ കാണാം, എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പത്രോസ്ലിഹയുടെ ഈശോ എന്താ ചോദിച്ചേ? ഇവരെക്കാൾ അധികമായിട്ട് നിനക്ക് എന്നെ ഇഷ്ടമാണോ? അതാണ് പത്രോസ്ലിഹയുടെ ചോദിച്ചത്. നമ്മളോട് ഈശോ ചോദിക്കുന്ന ഇതാണ്, ഇവരെക്കാൾ അധികമായിട്ട് നിനക്ക് എന്നെ ഇഷ്ടമാണോ? ശരിക്കും നിന്റെ ദൈവത്തെ നീ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, അതാണ് ആദ്യം രാജ്യനീതി അന്വേഷിച്ചാൽ ബാക്കിയുള്ളത് മുഴുവൻ കൂട്ടിച്ചേർത്ത് കിട്ടും. അതാണ് നിന്റെ മേലുള്ള എൻ്റെ ആത്മാവ് നിന്റെ അതിരുകൾ ഞാൻ നിക്ഷേപിച്ച വചനം നിന്നിൽ നിന്നോ നിന്റെ സന്തതികളിൽ നിന്നോ അവരുടെ സന്താനത്തിൽ നിന്നോ ഒരിക്കലും അകന്നു പോവുകയില്ല. നമ്മളിൽ ഒരു ആത്മീയത, ഒരു വചനം, ഒരു പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളിലേക്കും തലമുറകളിലേക്ക് അത് പ്രവഹിക്കും. കർത്താവ് നോക്കും, ഇതാ ആ തറവാടിൽ ഒരു വലിയ അഭിഷേകം കൊണ്ടുവന്ന വ്യക്തി നമ്മൾ മരിക്കുമ്പോൾ കർത്താവ് പറയും, വേഗം പോരെ ഒരു കിരീടം വെച്ച് തരാമെന്ന് പറയില്ലേ? പറയും. കാരണം ഒരു കുടുംബം, ഇത് അബ്രാഹത്തിനെ കുറിച്ച് എന്താ പറഞ്ഞേ? അബ്രാഹാം ഇതാ സകല വിശ്വാസികളുടെയും പിതാവ്. കാരണം എന്താണ്? നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനവും നിന്നിൽ നിന്നോ നിന്റെ സന്തതികളിൽ നിന്നോ അവരുടെ സന്താനങ്ങളിൽ നിന്നോ ഇതാ ലോകം അവസാനം വരെയുള്ള ഒരു സന്തതികളിൽ നിന്നും അബ്രാഹത്തിന് മേലുള്ള വിശ്വാസത്തിൻ്റെ കൃപ വിട്ടുപോകുകയില്ല എന്ന് അബ്രാഹത്തിന് പ്രതിജ്ഞ കിട്ടി. അതുപോലെ നമ്മളോടും കർത്താവ് പറയും, നിന്റെ മേലൊരു വചനവും പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടെങ്കിൽ എൻ്റെ മോളെ അത് തലമുറകളിലേക്ക് പ്രവഹിക്കും. ഇനി അതുമാത്രമല്ല, നമ്മുടെ തലമുറകളെ ഒരു പുതിയ അഭിഷേകത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളുടെ മേലൊരു വചനവും പരിശുദ്ധാത്മാവും ഉണ്ടായാൽ മതി. അതാണ് നമ്മൾ മാർക്കോസിൻ്റെ സുവിശേഷം 9:49 പറയുന്നു, ഇതാ കർത്താവിൻ്റെ വചനം പറയാണ്, അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. നമ്മളുടെ തിന്മകൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം മക്കളിലേക്ക് പ്രവഹിക്കുന്നത് നമ്മൾക്ക് കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കർത്താവിൻ്റെ വചനം പറയാണ്, അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. നമ്മളൊരു കാര്യം കണ്ടു, ആരാധിച്ചാൽ എല്ലാത്തിലും വിടുതൽ കിട്ടും. രണ്ടാമതൊരു കാര്യം, അഗ്നിയാൽ വചനത്താൽ ഉറകൂട്ടപ്പെടും. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? വചനം നിറയ്ക്കണം. നമ്മുടെ തല നിറച്ച്, മറ്റുള്ളവരിലല്ല, കുടുംബത്തിലല്ല, നമ്മളുടെ തലയിൽ. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവാഭിലാഷം. നമ്മളൊരു വ്യക്തി വെളിച്ചമായിട്ട് മാറിയാൽ മതി, കുടുംബം മുഴുവനിലും വെളിച്ചം നിറയും. മറ്റുള്ളവർ മാനസാന്തരപ്പെടാത്ത ഒന്നും നിങ്ങൾ ബഹളം വയ്ക്കാനോ വഴക്കിടാനോ ഒന്നും പോകണ്ട. നിങ്ങളിൽ ഒരു വചനവും പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുക. എന്ത് സംഭവിക്കുന്നറിയാമോ? മക്കളിലേക്ക് ആ കൃപ അങ്ങ് നിറയും. തലമുറകളിലേക്ക് വെളിച്ചം നിറയും. ഇവിടെ വെളിച്ചം വന്നിട്ട് പിന്നെ ഇരുട്ട് കാണാനുണ്ടോ? വെളിച്ചം വന്നിട്ട് ഇരുട്ട് കാണാനില്ല. അതുപോലെ തന്നെ വചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും നമ്മളായിട്ട് തകർത്ത മക്കളുടെ ജീവിതത്തിലുള്ള തകർച്ചകളും തിന്മകളും, തലമുറകളിലുള്ള തിന്മകളും തകർച്ചകളും, എന്തെല്ലാം തിന്മകളുണ്ട് അതെല്ലാം നമ്മുടെ പാരമ്പര്യങ്ങൾ, മാതാപിതാക്കളെല്ലാം കാണാം. അത് തന്നെ നമ്മുടെ അടുത്ത തലമുറയിലും കാണാം. അപ്പോൾ ഇതെങ്ങനെ മാറും? നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ ആദരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനവും നിന്നിൽ നിന്നും നിൻ്റെ സന്തതികളിൽ അവരുടെ സന്താനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയില്ല. അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. ജെറമ്യ 23:29 എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയാണ്. അപ്പോൾ വചനത്താൽ എല്ലാ കറകളും മാറ്റപ്പെടും. പരിശുദ്ധാത്മാവിനാലും വചനത്താലും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മളിലൂടെ വന്നിട്ടുള്ള സകല തിന്മകളും വിട്ടുപോകും. എങ്ങനെ?
വചനത്താൽ വിട്ടുപോകും. വചനം വെളിച്ചമാണ്. നിങ്ങൾ ഈ റൂമിൽ വെളിച്ചിട്ടിട്ട് പിന്നെ അവിടെ ഇരുട്ടുണ്ടോ? ഈ ഭൂമിയിലേക്ക് സൂര്യൻ ഉദിച്ചിട്ട് പിന്നെ അവിടെ ഇരുട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് വചനത്തിൻ്റെ അനന്തശക്തി. രണ്ട് കാര്യമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. എന്താണ്? നമ്മുടെ മേലുള്ള തിന്മകൾ മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും എല്ലാം പ്രവഹിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ബ്ലോക്കായിട്ട് നിൽക്കും. പിശാച് പറയും, എനിക്ക് നിൻ്റെ മേൽ അധികാരമുണ്ട്, നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ അധികാരമുണ്ട്, വിട്ടുപോകില്ല എന്ന് പറഞ്ഞ് നിൽക്കും. എന്നാൽ കർത്താവ് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആസ്വദിക്കപ്പെടും. ആരാധിച്ചാൽ സകലതും വിട്ടുപോകും. ഒരു 30 ദിവസത്തെ കുർബാന, ഒരു 15 ദിവസത്തെ കുർബാന, 30 ദിവസത്തെ നിങ്ങളുടെ കുർബാന നിങ്ങൾ നിയോഗം വെച്ചിട്ട്, കാര്യം നടക്കാനുള്ള നിയോഗമല്ല വെക്കണ്ടേ, ഇന്ന പാപങ്ങൾക്ക് പരിഹാരമായിട്ട്. അത് ഞങ്ങൾക്കും അങ്ങനെയുള്ള അനേകർക്കും വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 30 ദിവസത്തെ കുർബാന ഞാൻ സമർപ്പിക്കുന്നു. പാപത്തിൻ്റെ അധികാരം വിട്ടുപോയാൽ ബ്ലോക്കുകളും പ്രശ്നങ്ങളും സാമ്പത്തിക തകർച്ച, കടബാധ്യത, രോഗങ്ങൾ ഇതെല്ലാം നമ്മളിന്ന് വിട്ടുപോകും. പാപം വിട്ടുപോയാൽ മതി. 1 സാമുവേൽ 2:30 എന്നെ ആദരിക്കുന്നതിന് ഞാൻ ആദരിക്കും. ജോഷുവ 3:5 കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, അത്ഭുതം നടക്കും. 1 തെസ്സലോനിക്കർ 4:3 നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ പഠിക്കുക, സ്നേഹിക്കുക. ഞങ്ങൾ നടത്തുന്ന സൂം പ്രാർത്ഥനയുണ്ട്. അതിൽ നടക്കുന്ന സാക്ഷ്യങ്ങളുടെ, വചനത്തിന് അനന്ത ശക്തിയാൽ നടക്കുന്ന സാക്ഷ്യങ്ങളുടെ അനുഭവങ്ങളാണ് നമ്മൾ ആദ്യം കണ്ടത്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്കിതിൻ്റെ ഈ യൂട്യൂബിൻ്റെ താഴെ കാണാം. നിങ്ങൾക്കും അതിനകത്ത് ജോയിൻ ചെയ്ത് പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ അനന്ത ശക്തി. ഇപ്പോൾ നിങ്ങൾ കണ്ണുകളടച്ച് ഈ വചനം തീക്ഷ്ണതയോടെ കേൾക്കുക. വചനത്തിൽ കേട്ടതെല്ലാം പ്രവർത്തിക്കുക. ദൈവത്തെ ആരാധിക്കുക. ഭക്ഷണവും പാനീയവും ആസ്വദിക്കണം. പ്രശ്നങ്ങളെല്ലാം മാറും. എന്താണ് അതിൻ്റെ ഒരു പോംവഴി? ഈശോയെ സ്നേഹിക്കുക, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുക, സ്നേഹത്തിൽ വളരുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.